നമ്മളൊരാളെ ഉള്ളിൻ്റെ ഉള്ളും പരിശോധിച്ചിട്ട് ഓനങ്ങനെ ഇവനിങ്ങനെ മറ്റോനെങ്ങനെ അതിനല്ല നമ്മളിവിടെ എത്തിയത്. നമ്മളെത്തിയതൊക്കെ എന്തിനാണ്? നമ്മുടെ സ്വലാഹിയത്ത് ഉറപ്പുവരുത്താനാണ്. അപ്പൊ സ്വാലിഹീങ്ങളെ കൂടെ ഇങ്ങനെ ചേരുമ്പോൾ യാ റബ്ബ് യാ റബ്ബ്, മഹാന്മാരെ കൂടെ നിന്നുകൊണ്ട് അതിന്റെ ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദ് അവർകൾ ഹജ്ജ് യാത്ര ചെയ്ത് വന്നാൽ ഇപ്പൊ സുലൈമാ ഉസ്താദും കിട്ടിയ ഒരവസരത്തിൽ ഓർമ്മിപ്പിച്ചു വന്നു. അപ്പോഴാ എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് വന്നാൽ അല്ലാഹു റബ്ബി പാതിരാ സമയത്ത് എഴുന്നേറ്റ് ഉംറയുടെ ഇഹ്റാമിന്റെ വസ്ത്രവും എടുത്ത് ബഹുമാനപ്പെട്ടവർ പോകും. എവിടെ പോണത്? ബഹുമാനപ്പെട്ടവർ അധികമായി ഉംറക്ക് ഇഹ്റാം ചെയ്യുക ജഹ്റാനത്തിൽ പോയിട്ടാണ്. എന്താ ജഹ്റാനത്തിൽ പോകാൻ പ്രത്യേക കാരണം? 2 ഉംറ സ്ഥലമാണ് മക്കത്തിന് അടുത്തുള്ളത്. ഒന്ന് ആയിഷ പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ഒന്നിച്ചു വന്നപ്പോ എല്ലാവരും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അവർക്ക് ഹജ്ജും കിട്ടിയിട്ടുണ്ട്, ഉംറയും കിട്ടിയിട്ടുണ്ട്. ആയിഷ ബീവിക്ക് തടിക്ക് ശുദ്ധിയില്ലാത്തത് കൊണ്ട് ഉംറ കിട്ടിയിട്ടില്ല. തിരിച്ചു പോകാനുള്ള സമയമായപ്പോൾ ആയിഷുവിന്റെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര് വന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ആയിഷു? അപ്പൊ പറഞ്ഞു, നബിയെ, എല്ലാവർക്കും ഹജ്ജും കിട്ടിയ ഉംറയും കിട്ടി, എനിക്ക് ഉംറ എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ, എനിക്കപ്പോ അശുദ്ധിയുള്ള പിരിയാടല്ലേ. അപ്പൊ ആയിഷ ബീബിന്റെ ആങ്ങള ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു. മൂപ്പരെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ, നീ പെങ്ങളെ കൊണ്ടുപോയിട്ടൊരു ഉംറ ഇപ്പിച്ചു വാങ്ങുന്നു. അതിന് ആയിഷ ബീബി ഉംറക്ക് പോയ സ്ഥലമാണ് ഇപ്പൊ ആയിഷ പള്ളി നിൽക്കുന്ന തൻഈം എന്ന സ്ഥലം. ആ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതയും അവിടെ ഒരുപാട് പ്രത്യേകതകളും സാലിഹ്യങ്ങളെ ചരിത്രവുമുണ്ട്. ഒന്ന്, ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഉംറക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേകത എന്താണ്? 2 കണ്ണിനും കാഴ്ചയില്ലാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഇപ്പോൾ തൻഈമിലൂടെ നടന്നു വരികയാണ്, സുബഹിയോട് അടുത്ത സമയമായി. അപ്പൊ എനിക്ക് അവിടുന്ന് ഒരു പ്രത്യേക വാസന ആസ്വദിക്കാൻ സാധിച്ചു. ദുനിയാവിൽ അങ്ങനത്തെ ഒരു വാസന എനിക്കിതിനു മുമ്പ് കിട്ടിയിട്ടില്ല, അത്ര വല്ലാത്ത ഒരു സുഗന്ധം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് എന്നെ പ്രസവിക്കപ്പെട്ട സമയമാണ്. ആ സമയത്ത് എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്ന് ഒരു റഹ്മത്തിന്റെ വസന്തം ഭൂമിയിലേക്ക് വരും. ഒരു സ്വർഗവാതിൽ തുറക്കപ്പെടും. ആ വാതിലൂടെ ഒരു സ്വർഗ വസന്തം ഭൂമിയിലേക്ക് വരും. അത് എന്നെ പ്രസവിക്കപ്പെട്ട സമയത്തുള്ളതാണ്. ആ വാസനയാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന്. അപ്പൊ ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അത് ഇന്ന് മാത്രമാണോ, അതല്ല അത് എക്കാലത്തും നിലനിൽക്കുന്നതാണോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു ദിവസത്തേക്ക് മാത്രമല്ല, അത് എന്നും ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു അല്ലാഹു അത് എല്ലാ ദിവസവും നൽകുന്നതിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് മുത്തുനബിയിൽ നിന്ന് ഏറ്റെടുത്തു. ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും സുബഹിക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്ത് ആ റഹ്മത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ ആ വസന്തം കിട്ടുന്ന മഹാനായി അത് കിട്ടിയ സ്ഥലമാണ് ഏത്? തൻഈം.